തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ഡേറ്റ എൻട്രി ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് ഫീച്ചറാണ് ഡേറ്റ വാലിഡേഷൻ. എക്സൽ ഇതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സിലും ഡേറ്റ വാലിഡേഷൻ ഉണ്ട്. ഗൂഗിൾ ഷീറ്റ്സിലെ ഡേറ്റ വാലിഡേഷൻ എന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ അഥവാ ഡ്രോപ്പ് ഡൗൺ മെന്യൂസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി ഓരോ വിദ്യാർത്ഥിയുടെയും ആപ്ലിക്കേഷൻ ഫോം പരിശോധിച്ച ശേഷം ഈ ടേബിളിലെ അടുത്ത 3 കോളങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യണം. ഉദാഹരണത്തിന് ആദ്യത്തെ കാൻഡിഡേറ്റ് അഭിലാഷ് ചന്ദ്രൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത്. സോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കോളത്തിൽ അഭിലാഷ് ചന്ദ്രന് നേരെ മെക്കാനിക്കൽ എന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. എന്നാൽ ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ പ്രത്യേകത ഇതാണ്, ഇവിടെ നമുക്ക് വാല്യൂസ് മാനുവലി എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഈ സെല്ലിൻ്റെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരോ കാണാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, മെക്കാനിക്കൽ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഇതിൽ നിന്ന് മെക്കാനിക്കൽ സെലക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് അഭിലാഷ് ചന്ദ്രൻ്റെ ജെൻഡർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് ഇവിടെ മെയിൽ എന്ന് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഈ സെല്ലിൻ്റെ വലതുവശത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. മെയിൽ, ഫീമെയിൽ, അത് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഇവിടെ കാണാം. മെയിൽ സെലക്ട് ചെയ്യുന്നു. ഇനി അഭിലാഷിൻ്റെ ഏജ് എൻ്റർ ചെയ്യാനായിട്ട് ഈ സെല്ലിൻ്റെ വലതുവശത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. 17 മുതൽ 26 വരെയുള്ള സംഖ്യകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഇതിൽ നിന്ന് 19 സെലക്ട് ചെയ്യുന്നു. അടുത്ത കാൻഡിഡേറ്റ് ആശ ശരത്താണ്. ആശ അപ്ലൈ ചെയ്തിരിക്കുന്നത് ബയോടെക്നോളജി എന്ന ബ്രാഞ്ചിന് വേണ്ടിയാണ്. എന്നാൽ ഇവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, മെക്കാനിക്കൽ എന്നിങ്ങനെ 3 ഓപ്ഷൻസേ ഉള്ളൂ. മാത്രമല്ല ബയോടെക്നോളജി എന്ന് നമ്മൾ മാനുവലി എൻ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു എറർ മെസ്സേജ് ആകും റിസൾട്ട്. അതായത് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഡേറ്റ എൻട്രി എളുപ്പമാകുമെന്ന് മാത്രമല്ല, നമ്മൾ അനുവദിക്കുന്ന ഡേറ്റ മാത്രം എൻട്രി ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ സ്പ്രെഡ്ഷീറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇനി ഇവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകളിൽ ബയോടെക്നോളജി എന്നൊരു ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെ ബയോടെക്നോളജി എന്ന് എൻട്രി ചെയ്യാം. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കോളത്തിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബയോടെക്നോളജി എന്ന പുതിയ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി ഇത്തരം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ഗൂഗിൾ ഷീറ്റ്സിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നേരത്തെ കണ്ട അതേ കാൻഡിഡേറ്റ് ലിസ്റ്റ് തന്നെയാണിത്. ഇനി ഈ ടേബിളിലെ 3 കോളങ്ങളിൽ 3 തരത്തിലുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കോളത്തിൽ ഡിഫറൻറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി. ഇനി ഈ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കോളത്തിലെ എല്ലാ സെല്ലുകളിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവുക. ഡേറ്റ വാലിഡേഷൻ. ഡേറ്റ വാലിഡേഷൻ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ സെൽ റേഞ്ച്. ഏത് സെല്ലുകളിലാണോ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ സെല്ലുകളുടെ അഡ്രസ്സാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ വേണ്ടുന്ന സെല്ലുകൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിരുന്നു. ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയയുമായിട്ട് ബന്ധപ്പെട്ട് പല ഓപ്ഷൻസ് ഇവിടെ കാണാം. ലിസ്റ്റ് ഫ്രം എ റേഞ്ച്, ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, നമ്പർ എന്നിങ്ങനെ. ആദ്യത്തെ ഓപ്ഷൻ ലിസ്റ്റ് ഫ്രം റേഞ്ച്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വേണ്ടുന്ന ഐറ്റംസ് അഥവാ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ വേണ്ടുന്ന ഐറ്റംസ് നമ്മുടെ വർക്ക് ഷീറ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡേറ്റ യൂസ് ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വേണ്ടുന്ന ഐറ്റംസ് ഈ കാണുന്നതാണ്. ഈ കാണുന്ന ഐറ്റംസ് ഉപയോഗിക്കാനായിട്ട് ലിസ്റ്റ് ഫ്രം റേഞ്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ വാല്യൂസ് ഉള്ള 4 സെല്ലുകൾ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഭാവിയിൽ കൂടുതൽ ബ്രാഞ്ചസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 or 3 ബ്ലാങ്ക് സെല്ലുകൾ കൂടി സെലക്ട് ചെയ്യുക. ഓക്കെ. അടുത്തത് ഓൺ ഇൻവാലിഡ് ഡേറ്റ, ഷോ വാർണിംഗ്, റിജക്റ്റ് ഇൻപുട്ട്. ഷോ വാർണിംഗ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഇല്ലാത്ത ഐറ്റംസും ആ സെല്ലിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതേസമയം റിജക്റ്റ് ഇൻപുട്ട് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഇല്ലാത്തൊരു ഐറ്റം നമ്മൾ എൻ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു എറർ മെസ്സേജ് ആകും റിസൾട്ട്. അടുത്തത് അപ്പിയറൻസ്. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഇല്ലാത്തൊരു ഐറ്റം യൂസർ എൻ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു കസ്റ്റമൈസ്ഡ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുന്നു.
റോങ് എൻട്രി. സേവ്. നോക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കോളത്തിലെ എല്ലാ സെല്ലുകളിലും ഡ്രോപ്പ് ഡൗൺ മെന്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഐറ്റം നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ നോക്കുക, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എറർ മെസ്സേജ് ആണ് റിസൾട്ട്. ഇനി ഇലക്ട്രോണിക്സ് എന്ന ബ്രാഞ്ച് ഡ്രോപ്പ് ഡൗൺ മെനുവിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിക്സ്, എൻ്റർ. ഇനി ഇവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ മെനൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് എന്ന പുതിയ ബ്രാഞ്ച് കാണാൻ സാധിക്കും. ഇനി ജെൻഡർ എന്ന കോളത്തിൽ മെയിൽ, ഫീമെയിൽ, അതർ എന്ന 3 ഓപ്ഷൻസ് ഉള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ വാലിഡേഷൻ, ക്രൈറ്റീരിയയ്ക്ക് നേരെയുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഇനി ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വേണ്ടുന്ന ഐറ്റംസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിൽ, ഫീമെയിൽ, അതർ. റിജക്റ്റ് ഇൻപുട്ട്, സേവ്. നോക്കുക, മെയിൽ, ഫീമെയിൽ, അതർ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി മൂന്നാമത്തെ കോളത്തിൽ 17 മുതൽ 30 വരെയുള്ള സംഖ്യകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 17 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. 17, 18. ഈ 2 സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇനി ഏജ് എന്ന കോളത്തിലെ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ വാലിഡേഷൻ, ലിസ്റ്റ് ഫ്രം റേഞ്ച്, സെലക്ട് ഡേറ്റ റേഞ്ച്. സംഖ്യകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ. റിജക്റ്റ് ഇൻപുട്ട്, സേവ്. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഗ്രസ് റിപ്പോർട്ടുകളും ഡാഷ്ബോർഡ് റിപ്പോർട്ടുകളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു ടെക്നിക്കാണിത്. ഗൂഗിൾ ഷീറ്റ്സിലെ ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.